കത്തുകളുടെ കാര്യം പറയുമ്പോൾ വായിച്ചൊരു ഓർമ്മ വരികയാണ്. അതായത് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് എപ്പോഴും ഈ രണ്ടുപേരും ജ്യേഷ്ഠനും അനുജനും ആൻഡമാനിലാണ്. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഭാര്യമാർ രണ്ടുപേരും കൂടെ വരും. കൊൽക്കത്തയ്ക്കാണ് വരുന്നത്, അവിടെ നിന്നാണ് ആൻഡമാനിലേക്ക് പോകേണ്ടത്. അപ്പോൾ പലപ്പോഴും കത്ത് കൊടുക്കും. കത്ത് കൊടുത്തിട്ട് അവർ ഒരുപാട് പരിശോധനകളുണ്ടല്ലോ, എല്ലാ പരിശോധനയിലും ഇതിന്റെ വിപ്ലവത്തിന്റെ തലച്ചോറ് ബ്രെയിൻ എന്ന് പറയുന്നത് സവർക്കർ എന്നാണ് അവർ എഴുതി ഓരോ സമയത്തും ഓരോ പ്രാവശ്യം എഴുതി വെച്ചിട്ടുണ്ട്. സവർക്കറാണ്, ഇയാളെ പുറത്തുവിടാൻ പറ്റില്ല, ജ്യേഷ്ഠൻ വലിയ കുഴപ്പമില്ല, പക്ഷേ അയാളാണ് ഇതിന്റെ തല എന്ന് വ്യക്തമായിട്ട് ബ്രിട്ടീഷുകാർ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഇവർക്ക് അവിടെ നിന്ന് ഇവരെല്ലാവരും കൂടെ ചർച്ച ചെയ്ത് ഇത് പിന്നെ എഴുത്തുകൂത്തുകളൊക്കെ നടന്നിട്ട് അവസാനം കാണാൻ അനുവദിച്ചതിന് 2-3 ദിവസം മുൻപ് ബവറാവു സവർക്കറുടെ, ഗണേഷ് സവർക്കറുടെ ഭാര്യ മരിച്ചു. അപ്പോൾ ഇത്രയും ക്രൂരതകൾ ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്ന് നേരിട്ട് അവർക്ക് താമസിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. വാടകയ്ക്ക് വീടുകൾ മാറി നിൽക്കുകയാണ്. പല വീടുകളിലും താമസിക്കാൻ സമ്മതിക്കുന്നില്ല. വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ഈ ഇത്രയും പേര് 3 സഹോദരങ്ങൾ ഒരു കുടുംബത്തിൽ നിന്ന് ജയിലിലായാൽ, അത് മാത്രമല്ല ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പോരടിച്ച് ജയിലിലായാൽ ആ വീട്ടിൽ പിന്നെ ഇന്നിവിടെ ഒരു പോലീസ് കേസ് ഉണ്ടായാൽ തന്നെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ അന്നത്തെ സാഹചര്യം എന്തായിരിക്കും? എന്നിട്ടാണ് അല്ല, ഇതിന് ചരിത്രം മാപ്പ് തരില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ല, അതിന്റെ ആണല്ലോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.